മഹി ഞങ്ങളോട് ക്ഷമിക്കണം. ഒരാളൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ അത് ശരിയാണോ തെറ്റാണോ എന്ന് തെളിയിച്ചില്ലെങ്കിൽ അത് പിന്നെ ഞങ്ങളുടെ മനസ്സിൽ ഒരു കരടായിട്ട് കിടക്കും. ഇന്നത്തെ കാലത്ത് ടെക്നോളജി ഒരുപാട് മുന്നോട്ട് പോയതുകൊണ്ട് അതിനുള്ള സംവിധാനങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. പിന്നെന്തിനാ നമ്മൾ ചിന്തിച്ച് സമയം കളയുന്നത്? കണ്ണേട്ടനോട് അറിഞ്ഞിട്ടാണോ ഇതൊക്കെ ചെയ്തത്? ഏയ്, ഒരിക്കലുമല്ല. മഹിയെ സംശയിക്കുന്നത് തന്നെ ദൈവം നിന്നെയാണെന്ന് ഒരുപാട് തവണ കണ്ണേട്ടൻ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ പേരില് ഞങ്ങളോട് വഴക്കിട്ടിട്ടുണ്ട്. മഹിയാണ് ശരിയെന്ന് ഞങ്ങൾക്കും അറിയായിരുന്നു. എങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ നേരിയ സംശയം കടന്നുകൂടി. അത് കണ്ണേട്ടനില്ല, എന്റെ ഈ അനന്തോട്ടന്റെ മനസ്സിൽ. അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിട്ടാ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ക്യാമറ മഹി സഞ്ചരിച്ച വാഹനത്തിലും പിന്നെ ക്യാബിനിലും ഒക്കെ ഘടിപ്പിച്ചത്. ഇക്കാര്യത്തില് ഞങ്ങൾ തമ്മിലൊരു ബെറ്റുണ്ടായിരുന്നു. എന്റെ മഹി ഒരു കാരണവശാലും തെറ്റ് ചെയ്യില്ലെന്ന് ഞാൻ തറപ്പിച്ചു പറഞ്ഞപ്പോ രണ്ടാളും അതും പൂർണ്ണമായിട്ട് സമ്മതിച്ചില്ല. അപ്പൊ പിന്നെ ബെറ്റ് കെട്ടേണ്ടി വന്നു. ശരിയാണ്, ആ ബെറ്റിൽ നീ വിജയിച്ചു. എന്നാ പന്തയത്തിൽ വിജയിക്കുന്ന ആൾക്ക് എന്ത് തരണമെന്നോ കൊടുക്കണമെന്നോ നമ്മൾ പറഞ്ഞില്ല. നീ ആവശ്യപ്പെട്ടോ? നിനക്കെന്തും തരാൻ ഞങ്ങൾ തയ്യാറാ. എന്റെ മഹി ഒരു തെറ്റും ചെയ്യില്ലെന്ന് നീയും ലേഖ ഇപ്പൊ പറഞ്ഞല്ലോ. അങ്ങനെ ഒരു നിമിഷം തന്നെയായിരുന്നു എനിക്ക് വേണ്ടിയിരുന്നത്. അതിനപ്പുറം മറ്റൊരു സമ്മാനം എനിക്ക് വേണ്ട. നീ ആടാ ജയിച്ചത് പന്തയത്തിൽ. ഇനി ഒന്നും പേടിക്കാനില്ലടാ. നിന്റെ ജീവിതത്തിൽ നിനക്ക് കിട്ടിയ പുണ്യം നിന്റെ ഭാര്യ. ഒരു നിമിഷമെങ്കിൽ ഒരു നിമിഷം മഹിയെ സംശയിച്ചതിന് ഞങ്ങൾ മാപ്പ് ചോദിക്കുക. മഹിക്ക് കരച്ചിൽ വരുന്നുണ്ട് കണ്ണേട്ടാ. മഹിയും കൊണ്ട് അകത്തേക്ക് പോ. എന്റെ മഹിയെ കരയിപ്പിച്ചപ്പോ രണ്ടാൾക്ക് സന്തോഷമായല്ലോ അല്ലേ? ഭാര്യയെ പരീക്ഷണ വസ്തുവാക്കിയ നന്ദി കെട്ടൊരു ഭർത്താവായിപ്പോയി ഞാൻ. അതിൽ നീ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. നിന്റെ ഭാഗത്ത് വീഴ്ചയൊന്നും പറ്റിയിട്ടില്ലല്ലോ. അവർക്ക് നമ്മളോട് ദേഷ്യമായെന്ന് തോന്നുന്നു. ഇത്തിരി ദേഷ്യം വന്നാലും കുഴപ്പമില്ലല്ലേ? കണ്ണന് 100% മഹി വിശ്വാസം. എങ്കിലും അതൊന്നുകൂടി ഉറപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞില്ലേ? എന്തൊരു പെൺകുട്ടിയാ. ദേ, പെൺകുട്ടികളായി ഇങ്ങനെ വേണം. എന്നുവെച്ചാ? അല്ല, ഞാൻ പറഞ്ഞേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. എന്നാ പിന്നെ ഞാൻ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ക്യാമറ വെച്ചോ, ഭാര്യ പരിശുദ്ധയാണെന്ന് തെളിയിക്കാൻ. അതിന്റെ ആവശ്യമൊന്നും എനിക്കില്ല. ഇന്നലെ അത്രയും പോലും ആവശ്യമില്ലായിരുന്നു കണ്ണേട്ടന്. അതുകൊണ്ടാ ഈ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞപ്പോ തന്നെ കണ്ണേട്ടന് ദേഷ്യം വന്നത്. ഇപ്പൊ സത്യങ്ങൾ മനസ്സിലാക്കിയ മഹി കരഞ്ഞത്. കണ്ണൻ ചതിക്കപ്പെടാൻ പാടില്ല. അതായിരുന്നല്ലോ ലേഖ നമ്മൾ ഉദ്ദേശിച്ചത്. അവിടെ മഹി വിജയിച്ചു 100%. അവൻ ഇനി സുരക്ഷിതനാണ്. മഹി എന്ന ഭാര്യയുള്ളപ്പോ അവൻ ആരെയും ഭയക്കേണ്ട കാര്യമില്ല. എന്നെ ഒന്ന് ബെഡിലിരുത്തോ?